തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീ കെ.സി. വേണുഗോപാൽ കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ ഒട്ടേറെ വികസന പദ്ധതികൾ ഗ്രാമങ്ങൾ തോറും പട്ടണം തോറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരിച്ചു, ഇനിയും നിരവധി പൂർത്തീകരിക്കാനുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, റെയിൽവേ വികസനം വരും, ടൂറിസം, ലോകത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനിലൊന്നാക്കി ആലപ്പുഴയെ മാറ്റി. അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായങ്ങളായിട്ടുള്ള കയർ വ്യവസായം, മത്സ്യ മേഖല ഒക്കെ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ശ്രീ കെ.സി. വേണുഗോപാൽ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം ഇന്ന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പുത്തൻ സംരംഭങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാശ്രയത്വത്തിന് വേണ്ടിയിട്ടും പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് പെൺകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നൂതന ആശയങ്ങൾ കൊണ്ടുവന്ന് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പദ്ധതികൾക്ക് രൂപം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ഈ ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ സീറ്റ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ BJP ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരം രാജ്യത്താകമാനമുണ്ട്. അതിൻ്റെ അലയടികൾ കൃത്യമായിട്ടും ആലപ്പുഴയിലുണ്ട്. നോട്ട് നിരോധനം പോലെയുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയതിൻ്റെ അലയടികൾ അതുകൊണ്ട്. പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും ചെയ്യാത്ത ഗവൺമെൻറ്റാണ്. പ്രളയത്തിൻ്റെ ഗതി ഏറ്റവും കൂടുതൽ അനുഭവിച്ച കുറേ ആളുകൾ ഇവിടെയുണ്ടല്ലോ. അവർക്കൊക്കെ ഈ ഗവൺമെൻറ്റിനെ എങ്ങനെ അനുകൂലിക്കാൻ കഴിയും? അതുപോലെ തന്നെ വിശ്വാസികളുടെ വിശ്വാസത്തെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് കേരളത്തിലെ CPM എന്ന് അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള നിരവധിയായ സംഭവങ്ങൾ കൊണ്ട് പുറത്തു വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു വലിയ തരംഗം തന്നെ ഈ മണ്ഡലത്തിലുണ്ട്. അല്ല, ദേശീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാജ്യം തന്നെ നിലനിൽക്കണമോ, രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കണമോ എന്നുള്ള വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. കാരണം ഇവിടെ വർഗീയതയുടെ കമ്പാർട്ട്മെൻറ്റുകളിലാക്കി ജനങ്ങളെ തരംതിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 5 വർഷക്കാലം ചെയ്തത്. ആ ഗവൺമെൻറ് വികസനപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യൊപ്പുള്ള ഒരു പദ്ധതിയും ഈ ഗ്രാമത്തിലാർക്കും അറിയില്ല, ഈ പട്ടണങ്ങളിലാർക്കും അറിയില്ല. അപ്പോൾ ഈ സർക്കാർ ജാതിയുടെയും മതത്തിൻ്റെയും വക്താക്കളായി നിന്നുകൊണ്ട് ജനങ്ങളെ തരംതിരിക്കുന്ന നിലപാടെടുത്തു. അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ. മതേതര ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ആയിരിക്കും. പിന്നെ കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു കേരളത്തിൽ മാത്രമായിട്ട് കാണണ്ട, ദക്ഷിണേന്ത്യയിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള തരംഗം തന്നെയുണ്ട്. കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലുമൊക്കെ വലിയ വിജയമുണ്ടാവും. കേരളത്തിൽ 2020 ആവും റിസൾട്ട് UDFൻ്റെ. ഞാൻ ആ വിഷയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലും വിലക്കിലും പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് അത്തരം വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ഇത് ആർക്ക് ഏത് എന്നുള്ളതല്ല ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായ നിലപാട് ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിന്മേൽ എല്ലാ കാലത്തും മതവിശ്വാസത്തെ പൂർണ്ണമായും അംഗീകരിക്കുക. പല മതവിശ്വാസികളുണ്ട് ഞങ്ങളുടെ ഇടയിൽ. 0.1% ഒരു മതവിശ്വാസി ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെയും ഞങ്ങൾ പരിപൂർണമായിട്ടും ആദരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഈ പ്രത്യേക വിഷയത്തിൽ UDF സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. കേരളത്തിലെ കലാപഭൂമിയാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു പുണ്യ സ്ഥലമായിട്ടുള്ള ഒരു ശബരിമലയെപ്പോലും അവിടെ കലാപകേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ആ വിശ്വാസത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അത് കൃത്യമായി ആ നിലപാട് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. KPCC പോലും ചുമതലപ്പെടുത്തിയിരുന്ന ഒരു ജാഥ നയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ, വിശ്വാസ സംരക്ഷണ ജാഥ. അത് പാലക്കാട് മുതൽ പത്തനംതിട്ട വരെയാണ്. അപ്പോൾ ഇതിനകത്ത് ആ വിഷയം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനില്ല എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. ഈ ലിംഗസമത്വം, സ്ത്രീ പദവി എന്നൊക്കെ പറയുന്നത് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഉപയോഗിക്കുകയാണ് ഇവിടെ. സത്യത്തിൽ ഈ വനിതാ മതിൽ എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. തൊട്ട് പിറ്റേ ദിവസം നമ്മുടെ നാട്ടിൽ എന്താ ഉണ്ടായത്? അത് കഴിഞ്ഞതിന് ശേഷമുണ്ടായ 2 പേര്, കൃപേഷും ശരത്ലാലും, അവരുടെ അമ്മമാരുടെ പദവി ഇന്നെവിടെയാണ്? അവരുടെ അമ്മമാരുടെ നിലവാരം ഇന്നെവിടെയാണ്?
അപ്പോൾ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ അവരൊന്നും എടുക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയമായി അതിന് മറുപടി കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വ്യക്തമായ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ആളുകളാണ്. അവർ തയ്യാറാണ്. 101% കെ സി വേണുഗോപാലിൻ്റെ പിൻഗാമി തന്നെയാണ്. കെ സി വേണുഗോപാൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും അദ്ദേഹം ഏറ്റവും പരമോന്നതമായിട്ടുള്ള പദവിയിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് തൊട്ടടുത്തിരിക്കുന്നയാളാണ്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പും ജനാധിപത്യ മതേതര ഗവൺമെൻറ് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം എങ്ങനെയാണോ ഈ മണ്ഡലത്തെ നോക്കിയിരുന്നത് എന്ന് നമുക്കിപ്പോൾ ജനങ്ങളെ കാണുമ്പോൾ അറിയാം. അദ്ദേഹം കൈവെള്ളയിൽ കൊണ്ടു നടന്നൊരു മണ്ഡലമാണ് ആലപ്പുഴ. അപ്പോൾ ആ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിൻഗാമിയായി പാർട്ടിയുടെ നോമിനിയായി കടന്നു വരുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അല്ല, നമുക്കറിയാമല്ലോ ആലപ്പുഴയുടെ പ്രത്യേകമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പിനെ കുറിച്ചറിയാം. ഈ പ്രളയം വന്നപ്പോൾ ആളുകൾ എത്രത്തോളം പ്രയാസപ്പെട്ടു എന്നുള്ളത് ഞങ്ങളൊക്കെ ഈ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങൾ അനുഭവിച്ചവരാണ്, പ്രളയത്തിൻ്റെ കെടുതി അനുഭവിച്ചവരാണ്. അപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഒക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് പ്രളയം ഉണ്ടായത്, ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാർ ആ വിഷയത്തെ നോക്കിക്കണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുമായി ഇടപെട്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് കെടുതി ഇതുകൊണ്ട് അനുഭവിച്ചു. അതിൻ്റെ ഉത്തരവാദികൾ ആരെ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ജനങ്ങൾക്കറിയാം. ഇത് മാൻമെയ്ഡാണോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമാണോ അതല്ലെങ്കിൽ നാച്ചുറലായിട്ടുണ്ടായതാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ശരിയായ ബോധ്യം ആലപ്പുഴയിലെ വോട്ടർമാരുടെ ഇടയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൂടി എടുത്തുകൊണ്ടുള്ള വികസനമായിരിക്കണം ഇവിടെ നടക്കേണ്ടത്. ഇവിടെ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ടൂറിസമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മേഖല ആലപ്പുഴയെ സംബന്ധിച്ച്. നെഹ്റു ട്രോഫി വള്ളംകളി അടക്കമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വലിയ വലിയ സാധ്യതകളാണ്, അതൊക്കെ ഉപയോഗപ്പെടുത്തും. ഇവിടെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിനകത്ത് UDF ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നതും ശ്രീ കെ സി വേണുഗോപാൽ തുടർന്നു പോരുന്നതുമായിട്ടുള്ള വ്യക്തമായ മാസ്റ്റർ പ്ലാൻ ഇവിടെയുണ്ട്. അതുമായി ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പരിപാടികളായിരിക്കും കൊണ്ടുവരിക.